Hello friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പഴം കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത്. പഴം കൊണ്ടും ഗോതമ്പ് പൊടി കൊണ്ടാണ് ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, നല്ല സ്വാദുമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് അതിനായിട്ട് നിങ്ങൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത്, ഇപ്പോൾ ഞാനിന്നിപ്പോൾ ഇവിടെ ഒരു കേക്ക് ടിന്ന് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് കേക്ക് ടിൻ തന്നെ വേണമെന്നില്ല. ഇതിന് പകരം സ്റ്റീലിൻ്റെ പാത്രം, നമ്മൾ ചായ ഉണ്ടാക്കുന്ന പാത്രം, അല്ലെങ്കിൽ നോൺ സ്റ്റിക്കിൻ്റെ പാത്രം എന്താണെങ്കിലും നമുക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കാം. പക്ഷെ ഉപയോഗിക്കുന്നതിന് മുന്നേ ഇതുപോലെ നമ്മൾ ബട്ടർ വെച്ചിട്ടോ ഓയിൽ വെച്ചിട്ടോ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കണം. അത് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാമെന്നാണ് പറയുക. കാരണം പാത്രത്തിൽ ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പാത്രം മുഴുവൻ ഇതുപോലെയൊക്കെ ഒന്ന് ബട്ടറാണ് ഞാനൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഒരു പാത്രത്തിനകത്തോട്ട് ഞാൻ 1.25 കപ്പോളമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് വെള്ളമൊന്നും ഒഴിക്കുന്നില്ല. പഞ്ചസാര ഉരുകുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ 1.25 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്കിനി 2 കാര്യങ്ങൾ കൂടെ ചേർക്കാനുണ്ട്. അപ്പോൾ ആദ്യം ഇതൊന്ന് മെൽറ്റ് ചെയ്ത് വരട്ടെ. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ട് മാറും. എന്നാൽ ഒത്തിരി കറുപ്പിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് അതിൻ്റെ ഒരു ഗോൾഡൻ കളർ ആവുന്ന സമയം നമുക്ക് ബാക്കി 2 ചേരുവകളും കൂടെ ചേർക്കാം. പിന്നെ ഞാനിപ്പോൾ ഫ്ലെയിം ഇട്ടിരിക്കുന്നത് ഒരു മീഡിയം ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിൽ ഇടണം എന്നൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ നമുക്ക് മീഡിയം ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്നാലും ഇത് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. ഇത് കട്ട പിടിക്കുകയോ അങ്ങനെയൊന്നും ചെയ്യത്തില്ല. അപ്പോൾ എന്തായാലും ഇതൊന്ന് മെൽറ്റായി വരട്ടെ. നമ്മുടെ ഈ ഒരു ഷുഗറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂണോളം ബട്ടർ. ഈ ബട്ടർ എടുക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിൽ വെച്ചിരിക്കുന്ന ബട്ടർ എടുക്കാൻ നോക്കുക. റൂം ടെമ്പറേച്ചർ എന്ന് പറയുമ്പം ഫ്രിഡ്ജിലാണ് ബട്ടർ വെച്ചിട്ട് ഉള്ളത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു 20 മിനിറ്റ് മുന്നേ നമ്മുടെ കിച്ചണിൽ കൗണ്ടർ ടോപ്പിലൊന്ന് വെക്കുക. അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചറിൽ വെക്കണം എന്നേ ഉള്ളൂ. അപ്പോൾ 1 ടേബിൾ സ്പൂണോളം ഉള്ള ബട്ടറിന് ഞാനൊരു 3 നുള്ളോളം അല്ലെങ്കിൽ 3-4 നുള്ളോളം ഉള്ള പട്ട പൊടിച്ചതാണ്, സിന്നമൺ പൗഡർ എന്ന് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചേർക്കുന്നത്. അത് ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ആ പഴത്തിന് അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ടേസ്റ്റ് ആയി പോകും. അപ്പോൾ ആ ടേസ്റ്റ് വരാതിരിക്കാനായിട്ട് ഞാൻ ഒന്ന് പട്ട പൊടിച്ചതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉടനെ തന്നെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഉടനെ തന്നെ നമ്മൾ ഏത് പാത്രത്തിലാണ് നമ്മൾ ഗ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ പാത്രത്തിനകത്തോട്ട് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കണം. നമ്മളത് കുറച്ച് സമയം വെച്ചിട്ട് പിന്നെ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പഞ്ചസാര എല്ലാം ഇങ്ങനെ കട്ട പിടിക്കും. അപ്പോൾ അതിന് മുന്നേ തന്നെ ആ ചൂടോട് കൂടെ തന്നെ നമുക്ക് ഈ പാത്രത്തിലൊന്ന് ഒഴിച്ചിട്ട് നമുക്കൊന്ന് ചുറ്റിച്ചു കൊടുക്കാം. അപ്പോൾ ഇതെല്ലായിടത്തും ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇത് ഒരു മിനിറ്റ് പോലും വേണ്ട, പെട്ടെന്ന് തന്നെ ഇതൊന്ന് സെറ്റാവും, അതായത് കട്ടയായിട്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടി അതൊന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു പഴം കൊണ്ട് ഉണ്ടാക്കുന്ന റെസിപ്പിയാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടി 2 പഴം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് റോബസ്റ്റ പോലത്തെ ഒരു പഴമാണ്. നേന്ത്രപ്പഴമാണെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഉണ്ടാക്കാം കേട്ടോ, അല്ലെങ്കിൽ ഏത് പഴം വെച്ചിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം നമുക്ക് പഴം ചെറിയ റൗണ്ടായിട്ടാണ് ഞാൻ മുറിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിക്കാം. നമ്മൾ ഈ ഒരു പഴംപൊരിയൊക്കെ ഉണ്ടാക്കണ ആ ഒരു ഷേപ്പിലാണെന്നുണ്ടെങ്കിൽ അതുപോലെ സ്ലൈസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇന്നിവിടെ കുറച്ച് കാണാനൊക്കെ ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ റൗണ്ടായിട്ടാണ് മുറിക്കുന്നത്. അപ്പോൾ ഈ ഒരു തിക്നെസ് നമുക്ക് ഉണ്ടാവണം കേട്ടോ. ഒത്തിരി കനം കുറച്ച് നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ പഴമൊക്കെ പെട്ടെന്ന് അങ്ങ് എന്താ പറയുക, പഞ്ചസാരയുടെ ആ ഒരു കാരമലൈസിൻ്റെ ആ ഒരു ചൂട് കയറും തോറും അതിങ്ങനെ ഉരുകി അങ്ങ് കൊളായിപ്പോവും. അപ്പോൾ അതുകൊണ്ട് അത്യാവശ്യം ഒരു തിക്നെസ് വേണം. ഇനി നമുക്ക് ഈ 2 പഴവും അതുപോലൊക്കെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ ഈ 2 പഴം ഞാൻ ഇതുപോലെ സ്ലൈസല്ല റൗണ്ടാക്കി മുറിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ ഒഴിച്ച് വെച്ച് ആ ഒരു പാത്രത്തിൽ ഒഴിച്ച് വെച്ചിരിക്കുന്ന കണ്ടോ ഈ പഞ്ചസാരയൊക്കെ നല്ല കട്ടിയായിട്ടുണ്ട്. അപ്പം ഞാനത് കാണിക്കാൻ കണ്ടോ, അത് ഞാൻ കൈവച്ചൊന്ന് പ്രസ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ഇങ്ങനെ കല്ല് പോലെയാണ് ഇരിക്കുന്നത്. അങ്ങനെ തന്നെയാണ് വേണ്ടിയത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു പാത്രം നിറച്ച് ഫില്ല് ചെയ്ത്, അതായത് ഒരു ഗ്യാപ്പും അധികം വലിയ ഗ്യാപ്പൊന്നും വരാത്ത രീതിയിൽ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഒന്ന് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ എല്ലാ പഴം ഇതുപോലൊക്കെ ഒന്ന് ഫില്ല് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ഒഴിക്കാൻ ഒരു ബാറ്റർ തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പോളം ഉള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് എന്ന് പറയുന്നത് ഇവിടെ 100 ml ഉള്ള പഞ്ചസാരയാണ്. ഞാനിപ്പോൾ ഇവിടെ തരിയോട് കൂടെയുള്ള പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പൊടിച്ച പഞ്ചസാരയും ചേർക്കാം.
അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഏത് കപ്പിലാണോ നിങ്ങൾ പഞ്ചസാര അളന്നത് അതേ കപ്പിൽ 1/2 കപ്പോളം ഉള്ള സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് ഒലീവ് ഓയിൽ ആണെന്നുണ്ടെങ്കിൽ എടുക്കാം കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ എടുക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ഇനി ഇതിനകത്തോട്ട് ഒരു മുട്ട ഞാൻ പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. മുട്ടയുടെ മഞ്ഞയും വെള്ളയും ഒഴിക്കുന്നുണ്ട്. നിങ്ങൾക്ക് മുട്ട ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. അതിന് പകരം നിങ്ങൾക്ക് ഇച്ചിരി പാലാണെന്നുണ്ടെങ്കിലും പിന്നീട് ചേർക്കാം. നമുക്കൊരു സോഫ്റ്റ്നെസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള വെനില എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഒരു 3/4 കപ്പോളം ഉള്ള തൈര് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഇപ്പം നിങ്ങളുടെ കയ്യിലുള്ളത് പുളിയുള്ള തൈരാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതൊരു 1/2 കപ്പായിട്ട് കുറയ്ക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വലിയ പുളിയില്ലാത്ത തൈരാണ്. അതുകൊണ്ടാണ് ഞാൻ ഏകദേശം ഒരു 3/4 കപ്പോളം എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു വിസ്കർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ വെച്ചിട്ടോ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് എനിക്ക് നാട്ടിൽ അത്ര അങ്ങോട്ട് എന്താ പറയുക കിട്ടാനില്ല, അങ്ങനെ ഉണ്ടാക്കി വരുന്നതെല്ലാം തോന്നുന്നു ഇതിപോലത്തെ ഒരു കേക്ക് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ ബനാന കേക്ക് എന്നാണ് പറയുക. സാധാരണ നമ്മൾ പഴം കൊണ്ട് കേക്കൊക്കെ ഉണ്ടാക്കാറുണ്ട്. എങ്കിൽ പോലും ഇതിന് പറയുന്ന പേര് ബനാന അപ്സൈഡ് ഡൗൺ കേക്ക് എന്നാണ് പറയുക. നമ്മൾ ഇത് തിരിച്ച് ഈ പഴം നമുക്ക് ഉണ്ടാക്കി കഴിയുമ്പോഴത്തേക്ക് നമ്മളിതൊരു പാത്രത്തിലോട്ട് ഇടുമ്പോഴത്തേക്കും ഇത് പഴം നമ്മൾ വെച്ചിരിക്കുന്നത് അടുക്കി വെച്ചിരിക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടാവും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പേര്, ബനാന അപ്സൈഡ് ഡൗൺ കേക്ക് എന്നാണ്. അപ്പോൾ ഇതാ നമ്മുടെ മിക്സൊക്കെ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമ്മൾ നേരത്തെ 2 പഴം എടുത്തായിരുന്നു. ഇനി ഒരു പഴം കൂടി എടുത്ത് ഇതൊരു പഴത്തിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പഴം നിങ്ങൾക്കൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തെടുക്കാം, നന്നായിട്ടങ്ങനെ ഉടച്ചു കൊടുക്കാം. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഗ്രേറ്റർ വെച്ചിട്ടാണ് ഇവിടെ ചെയ്യുന്നത്. ഗ്രേറ്റർ ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി നമുക്ക് എളുപ്പമുണ്ട് ചെയ്യാനായിട്ട്. കാരണം അത് ഒരുപോലെ തന്നെ വരും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ ഈ ഒരു ഫോർക്ക് വെച്ചിട്ടാണെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇതിലൊന്ന് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഞാനെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ, ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒരുപോലെ തന്നെ വന്നിട്ടുണ്ട്. ഇനി ഒരു ഫോർക്കോ സ്പൂണോ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം, ഇനി എന്തെങ്കിലും തരികളുണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തൈരിൻ്റെ ഒക്കെ ഒരു മിക്സിലോട്ട് നമ്മൾ ഒഴിക്കാൻ പോകുന്നത്. ഇതൊരു ബനാന കേക്ക് ആയതുകൊണ്ടാണ് ബനാന ഫ്ലേവർ വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതൊന്ന് നമ്മുടെ മിക്സിനകത്തോട്ടൊന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ആ പഴമൊക്കെ നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട്. നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഒരു അരിപ്പ വെച്ചിട്ടുണ്ട്. അരിപ്പയ്ക്കകത്തോട്ടാണ് ഞാൻ ഗോതമ്പ് പൊടിയൊക്കെ ചേർക്കുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ചേർക്കുന്നത് ഒരു 1.25 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഗോതമ്പ് പൊടി ആകുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ ഹെൽത്തിയാണ് കഴിക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിന് പകരം മൈദ ചേർക്കാം കേട്ടോ. ഇനി റവ വേണമെങ്കിൽ റവ ചേർക്കാം. ഇപ്പം ഞാൻ ചേർത്തത് 1 ടീസ്പൂണോളം ബേക്കിംഗ് പൗഡർ, പിന്നെ 1/2 ടീസ്പൂണോളം ബേക്കിംഗ് സോഡ, പിന്നെ ഒരു നുള്ള ഉപ്പ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പൊടികളായിട്ടുള്ള രീതിയിൽ വേണ്ടത്. അപ്പം നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഞാൻ എൻ്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട്, അരിച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇതിനകത്തുള്ള ആ കട്ടകളൊന്നും നമുക്ക് അപ്പോൾ ഇനി നമുക്ക് ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒരു സ്പൂൺ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി തിക്കായിട്ടാണ് ഇരിക്കുന്നത് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം ടെമ്പറേച്ചറിൽ വെച്ചിട്ടുള്ള പാല് തിളപ്പിച്ചിട്ട് ചൂടാറിയ പാല് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് കൊണ്ടുവരാം. അപ്പോൾ ഞാനത് ആദ്യം ഒന്ന് മിക്സ് ചെയ്തെടുത്ത് നോക്കട്ടെ. ഞാനപ്പോൾ മിക്സ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ അല്പം പാല്, ഏകദേശം ഒരു 3 ടേബിൾ സ്പൂണോളമുള്ള തിളപ്പിച്ചാറിയ പാലും കൂടെ ചേർത്ത്, റൂം ടെമ്പറേച്ചറിലാണ് ഞാൻ പാല് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുത്ത് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കട്ടകൾ പോലെ എടുക്കുന്നുണ്ട് എന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ മിക്സിയിൽ ചെറുതായിട്ടൊന്ന് അടിച്ചെടുത്താലും മതി കേട്ടോ. ഒരു 30 സെക്കൻഡോളം, അല്ലെങ്കിൽ 30 സെക്കൻഡ് വേണമെന്നില്ല. അത് ഒത്തിരി ബാറ്ററൊക്കെ ഉണ്ടാകുമ്പോൾ 30 സെക്കൻഡ് വേണ്ടി വരും. ഇപ്പോൾ ഇതിവിടെ ഏകദേശം ഒരു 1.25 കപ്പ് എടുത്തത് കൊണ്ടാണ് ഞാൻ 30 സെക്കൻഡോളം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്ത് വന്നിട്ടുണ്ടായിരുന്നു. അതാണ് നമുക്ക് ഇത്രയും സ്മൂത്തായിട്ട് കിട്ടിയത്. അപ്പോൾ അത് റെഡിയാണ്. നമ്മുടെ ബാറ്റർ ഇതേപോലെ നമ്മളിങ്ങനെ ഒഴിക്കുമ്പം ഇങ്ങനെ മടക്ക് പോലെ വരണം. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ പഴത്തിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം.
അപ്പോൾ ഇതാ ബാറ്റർ ഒഴിക്കുമ്പോൾ നമ്മൾ ഒരുപോലെ തന്നെ ഒഴിക്കണം, അതെല്ലായിടത്തും ഒരുപോലെ എത്തുന്ന രീതിയിൽ ഒഴിക്കുക. അതിനുശേഷം നമുക്കൊരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കണം. ഇതിനകത്ത് എന്തെങ്കിലും ഒരു എയർ പോക്കറ്റ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പോവാൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് തട്ടി കൊടുക്കുന്നത്. ഇതാ നമ്മുടെ ബാറ്റർ ഇവിടെ റെഡിയാണ്. ഇനി നമുക്ക് ഇതൊന്ന് ഓവനിൽ വെച്ചിട്ട്, ഓവനിലല്ല ഞാൻ വെക്കുന്നത്, ഓവനിൽ വെക്കുന്നവരാണെങ്കിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 30 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ കേക്ക് റെഡിയായി കിട്ടും. ഞാൻ ഇന്ന് ഇതുപോലത്തെ ഒരു പാത്രത്തിലാണ് വെക്കുന്നത്. ഈ പാത്രത്തിനകത്ത് ഇതുപോലൊരു സ്റ്റീലിൻ്റെ തട്ടും കൂടെ വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പം നമ്മളിത് നമ്മുടെ ഒരു കേക്കിൻ്റെ ബാറ്റർ ഇതിനകത്ത് വെക്കുന്നതിന് മുന്നേ നമുക്ക് ഈ പാത്രം ഒന്ന് ചെറുതായിട്ട് ഒരു 5 മിനിറ്റോളം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യണം. നമ്മൾ ഓവനിലൊക്കെ ചെയ്യുന്നത് പോലെ തന്നെയാണ്. പാത്രത്തിൻ്റെ മൂടിക വെച്ചൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിതൊരു 5 മിനിറ്റോളം ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ ഇതവിടെ 5 മിനിറ്റ് കഴിഞ്ഞു. പാത്രമൊക്കെ അത്യാവശ്യം ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമ്മൾ സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുക്കുകയാണ്. സ്റ്റീലിൻ്റെ പാത്രം തന്നെ വേണമെന്നില്ല, ഇതിന് പകരം നിങ്ങൾക്ക് വയർ റാക്കൊക്കെ ഉണ്ടെങ്കിൽ അത് വെക്കാം. എന്നിട്ട് അതിൻ്റെ മേലെ ഞാൻ ഈ ഒരു കേക്ക് ഒഴിച്ച് വെച്ചിട്ടുള്ള പാത്രം കൂടെ വെച്ച് കൊടുത്ത് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇത് ബേക്ക് ചെയ്തെടുക്കേണ്ട സമയം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരുന്നത്. അത് കഴിഞ്ഞ് ഇടയ്ക്ക് ഞാനൊന്ന് ലോ ആക്കും. അങ്ങനെയാണ് ഞാൻ ടൈം അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഒത്തിരി ഫുൾ നേരം ലോ ആക്കി കഴിഞ്ഞാൽ ചിലപ്പം ഈ പറഞ്ഞ പോലെ ഒത്തിരി സമയം എടുക്കാറുണ്ട്. അപ്പോൾ നമുക്കത് ഇതൊരു പരിചയമായി കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു ഇതിലോട്ട് വരത്തുള്ളൂ കേട്ടോ. നമ്മൾ മീഡിയം ലോ ഫ്ലെയിമിലാക്കി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പം നമുക്കിനി കേക്ക് ഒരു 25 മിനിറ്റോളം ഒന്ന് വെച്ച് നോക്കാം. ഇതാ അപ്പോൾ ഇവിടെ ഒരു 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് കേക്ക് വന്നിട്ടുള്ളത്. അപ്പം മേലെ ഇതാ ഇച്ചിരി ഒരു കരിഞ്ഞ പോലെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അത് കുഴപ്പമില്ലാന്ന് എനിക്ക് തോന്നുന്നു. അതാ എടുത്തിരിക്കുന്ന ഗോതമ്പിൻ്റെ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ എയർ പോക്കറ്റ്സിൻ്റെ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കറിയില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ വന്നത്. പക്ഷെ കേക്ക് പെർഫെക്റ്റ് ആയിരുന്നു. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം നിങ്ങൾക്കും ഇതുപോലെ വരുന്നുണ്ടോ എന്നും കൂടെ ഒന്ന് പറയണം കേട്ടോ. എനിക്കറിയില്ല, ഞാൻ ഇന്ന് എടുത്തത് പുതിയൊരു ഗോതമ്പിൻ്റെ ഒരു ബ്രാൻഡായിരുന്നു. ഇനിയിപ്പോൾ അതിൻ്റെ ആണോ എന്നും എനിക്കറിയത്തില്ല. അപ്പം നിങ്ങളൊന്ന് പറയുക. അപ്പോൾ ഇതാ ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന്, ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ചൂടോട് കൂടെ തന്നെ നമുക്ക് വേറൊരു പാത്രത്തിനകത്തോട്ടൊന്ന് തിരിച്ചിടണം. എങ്കിലാണ് നമ്മൾ താഴെ ഒഴിച്ചിട്ടുള്ള ഷുഗറൊക്കെ ഒന്ന് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് പോരത്തുള്ളൂ. ഇത് ഇരിക്കും തോറും ഈ പഞ്ചസാര നമ്മൾ ഒഴിച്ചിരിക്കുന്നത് അത് ഭയങ്കരമായിട്ട് അങ്ങ് കട്ടിയായി പോകും കേട്ടോ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഇതാ ഞാൻ ഒരു കത്തി വെച്ചിട്ട് ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ടൊന്ന് അടർത്തി ഒന്ന് മാറ്റുന്നുണ്ട്, ഒന്ന് വിടിവിച്ച് കൊടുക്കുന്നുണ്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട്. ഇനി എന്നിട്ട് ഇതൊരു പാത്രത്തിനകത്തോട്ട് നമുക്കൊന്ന് മറിച്ചിടാം. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് പതുക്കെ ഒന്ന് വിടിവിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ ഇതുപോലത്തെ ഒരു റൗണ്ട് പാത്രത്തിനകത്തോട്ട് ഞാനൊന്ന് മറിച്ചിടാണ്. മറിച്ചിടുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ ചൂടോട് കൂടെ തന്നെ മറിച്ചിടാൻ ശ്രദ്ധിക്കണം. അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കേക്ക് ഒട്ടിപ്പിടിച്ചിട്ട് ഈ ഒരു പാത്രത്തിനകത്തോട്ട് മറിഞ്ഞു വീഴത്തില്ല. പിന്നെ മറിച്ചതിന് ശേഷം നമുക്കൊരു തുണി വെച്ചിട്ടോ, നല്ല ചൂടുണ്ട് പാത്രത്തിന്, അപ്പോൾ അതുകൊണ്ട് ഒരു തുണി വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തട്ടി കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് വരും. അപ്പോൾ അതാ ഞാനിതൊന്ന് പൊന്തിച്ച് നോക്കുകയാണ് കേട്ടോ. ഇതാ നമ്മുടെ കേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് ഗോതമ്പ് പൊടി കൊണ്ടും അതുപോലെ തന്നെ പഴം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന ഒരു സൂപ്പർ കേക്കാണ്. ഇത് കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ അതിലേറെ രുചിയാണ്. ഇതിൻ്റെ ആ ഒരു പുറമെ ഈ കാണുന്ന ഒരു കാരമലൈസ് ഒക്കെ ചെയ്തിരിക്കുന്നതൊക്കെ നല്ല സ്വാദാണ് കേട്ടോ കഴിക്കാനായിട്ട്. പിന്നെ ഇതിനകത്ത് ബട്ടറും ഒക്കെ നമ്മൾ ചേർത്തുണ്ടല്ലോ കാരമലൈസ് ചെയ്യുമ്പം. അപ്പോൾ നമുക്കിനി കേക്കൊന്ന് മുറിച്ച് നോക്കാം, എങ്ങനെയാണ് ഇതിൻ്റെ അകമൊക്കെ ഇരിക്കണേന്നുള്ളതൊന്ന് കാണണ്ടേ. ഇതാ നമ്മുടെ സൂപ്പർ സോഫ്റ്റായി, സ്പഞ്ചി ആണെന്ന് ഞാൻ പറയത്തില്ല, പക്ഷെ നല്ല സോഫ്റ്റാണ് അതിനകമൊക്കെ. നമ്മൾ ഇതിനകത്ത് പഴമാണ് അതിനകത്ത് ചേർത്തിരിക്കുന്നത് മെയിനായിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പഴം ചേർത്തിട്ടുള്ള ബാറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് സോഫ്റ്റായിട്ട് തന്നെയാണ് വരിക. ശരിക്കും ഒരു പുഡിങ് കഴിച്ചൊരു ഫീലിംഗ് ആണ് കേട്ടോ. പുഡിങ് നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് അതിങ്ങനെ വായിൽ അലിഞ്ഞു പോകത്തില്ലേ, അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു ടെക്സ്ചറും അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു രീതിയൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.